അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട എല്ലാവർക്കും വുമൺസ് വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സംസാരിക്കുന്നത് SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോടുള്ള, പ്രത്യേകിച്ചും ഉമ്മമാരോടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ മക്കൾ നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്കും കൂടുതൽ A+, നല്ല വിജയവും നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ രക്ഷിതാക്കളും. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരിക്കലും ഈ പരീക്ഷയുടെ പേരിൽ നമ്മളെ മക്കളെ സമ്മർദ്ദത്തിലാക്കരുത്. അതേപോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഊണും ഉറക്കവും ഒഴിച്ച് പരീക്ഷ എഴുതി എന്നുള്ളത്. ഒരു പരിധി വരെ അത് ശരിയല്ല. കുട്ടികൾക്ക് പരീക്ഷയുടെ സമയത്ത് അവരുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള നല്ല പോഷകാഹാരങ്ങൾ, പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ വെള്ളവും ധാരാളം കൊടുക്കാൻ ഉമ്മമാരായ നമ്മൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് വേണ്ടത്ര വിശ്രമം കുട്ടികൾക്ക് നൽകണം. 10 മണിക്ക് തന്നെ, രാത്രി 10 മണിക്ക് തന്നെ അവരെ നമ്മൾ ഉറങ്ങാൻ അനുവദിക്കണം. അതേപോലെ കാലത്ത് രാവിലെ 4 മണിക്ക് അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഫ്രഷായിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട്, പ്രാർത്ഥന നിർബന്ധമാണ്, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവരോട് നമ്മൾ പഠിക്കാൻ പറയണം. അല്ലാതെ നമ്മൾ കുറേ കുട്ടികൾ ഉറക്കം വെച്ച് പഠിച്ച് എന്നിട്ട് നേരം പുലരാൻ നേരത്ത് കിടന്ന് ഉറങ്ങി പിന്നെ നമ്മൾ എണീച്ച് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ രാത്രി പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. എന്നാൽ വിശ്രമമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഫ്രഷായിട്ട് പഠിച്ചത് എന്തായാലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളെ മക്കൾ പരീക്ഷയ്ക്ക് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവർ നമ്മൾ ചേർത്ത് നിർത്തി അവരെ കവിളിൽ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഉമ്മയൊക്കെ കൊടുത്ത് നന്നായിട്ട് പരീക്ഷ എഴുതി വായോ മോനെന്നോ മോളെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മൾ പരീക്ഷയ്ക്ക് പറഞ്ഞയക്കുക. അതോടൊപ്പം തന്നെ എക്സാം ബോർഡ്, പേന, ഇങ്ങനത്തെ പരീക്ഷൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ എടുത്തുക്കണമെന്ന് ഉറപ്പ് വരുത്തുക. അത് നമ്മൾ നേരത്തെ തന്നെ അത് തയ്യാറാക്കി വെക്കുക, എടുത്തു വെക്കുക. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് വരുന്ന കുട്ടികളെ നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് ഉമ്മമാർ സ്വീകരിക്കുക. നീ എത്ര പരീക്ഷ എഴുതി, ഏതൊക്കെ വിട്ടു, എന്താ വിടാണ്ടായ കാരണം, ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചിട്ട് പരീക്ഷ എഴുതിയ പരീക്ഷൻ്റെ പേരിൽ ഒരിക്കലും അവരെ നിങ്ങൾ പ്രയാസത്തിലാക്കരുത്. കാരണം നാളെയും അവർക്ക് പരീക്ഷ എഴുതാൻ പോകേണ്ടത്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷനെ കുറിച്ചിട്ട് പിന്നെ പരീക്ഷയ്ക്ക് ഉഷാറായില്ലേ, മതി. അതിനുശേഷം അവർ നാളത്തെ പരീക്ഷയ്ക്കുള്ളത് പഠിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് പിന്നെ അവർ വരുമ്പോൾ നന്നായിട്ട് സ്വീകരിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഒന്ന് റിലാക്സായിട്ട് പഠിക്കാനിരിക്കാൻ പറയാം. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ വീടുകളിലും ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ദയവായിട്ട് നമ്മളെ മക്കളെ അതിലൊന്നും പങ്കാളികളാക്കരുത്, അവരറിയിക്കരുത്. പരീക്ഷൻ്റെ സമയത്ത് അതൊന്നും അവരറിയിക്കരുത്. ഇപ്പോൾ ഈ ഗൾഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സാഹചര്യം ആയതുകൊണ്ട് അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും, ടെൻഷനും ഒക്കെ ഉണ്ടാവും. ദയവായിട്ട് അതൊന്നും മക്കളെ അതൊക്കെ നമ്മൾ അതും ഇതും കൂടി കൂട്ടിക്കുഴക്കരുത്. പറ്റുമെങ്കിൽ സൗകര്യമുള്ളവർ ഒരു റൂം അവർക്ക് വേണ്ടി കൊടുക്കുക. ആ റൂമിൽ അവരിരുന്നിട്ട് ഫ്രീ ആയിട്ട് റിലാക്സ് നന്നായിട്ട് അവരിരുന്ന് പഠിക്കട്ടെ. അവർ ശല്യം ചെയ്യാൻ പോവാതിരിക്കുക. നമ്മളെ വീടുകളിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാവും, അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ താത്താക്ക് അല്ലെങ്കിൽ കാക്കാക്ക് എക്സാമാണ്, അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫോണിൽ വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് പല സമയങ്ങളിൽ ഈ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക. അതേപോലെ തന്നെ TV ഒക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ എക്സാമിൻ്റെ സമയത്ത് അതൊക്കെ നമ്മൾ തൽക്കാലം വേണ്ടെന്ന് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളെ രക്ഷിതാക്കൾ പകുതി കുട്ടികളും പകുതി ഉമ്മമാരും എന്നാണ്. അവർ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വേണ്ടത്ര സ്നേഹവും സപ്പോർട്ടും കരുതലും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് നല്ല വിജയം അവർക്ക് ലഭിക്കുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും
ഇഷ്ടമായെങ്കിൽ ഇതൊക്കെ ഒന്ന് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.